തയ്ക്കാൻ ആഗ്രഹമുള്ള, ഒരു തയ്യലും അറിയാത്ത, ഒന്നും അറിയത്തില്ലാത്ത ആർക്ക് വേണമെങ്കിലും ചുരിദാർ തയ്ക്കാമെന്ന് പറഞ്ഞൊരു ഓഫറുമായിട്ട് ഞാൻ ഒരു ചുരിദാർ ചലഞ്ച് വീഡിയോയുമായി വന്നു. ഒരുപാട് പേര് കണ്ടു. ഇത് 4ാമത്തെ 2 കട്ടിങ് വീഡിയോയും 2 സ്റ്റിച്ചിങ് വീഡിയോയും ഇരിക്കട്ടെ. ഒരു പുതിയ ഷോളില്ലേ. അപ്പോൾ നമ്മുടെ നൈറ്റി തുണി കൊണ്ടുള്ള തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ചുരിദാർ സ്റ്റിച്ച് ചെയ്തു. ഇതാ ഞാൻ ഇട്ടുകൊണ്ട് വന്നു. ഇതൊക്കെ ഇല്ലായിരുന്നല്ലോ നിങ്ങൾ പറയില്ലേ. അപ്പോൾ നിങ്ങൾ പേര് കൂടി വലിച്ചു കീറി നോക്കിക്കോ. തുണി കീറിപ്പോവും, പക്ഷേ സ്ലിറ്റ് പൊട്ടിപ്പോകത്തില്ല, തയ്യൽ വിട്ടുപോകത്തില്ല. അങ്ങനത്തെ പുതിയ രീതിയിലുള്ള സ്ലിറ്റാണ്. കണ്ടോ, ഇതിൻ്റെ അകവശവും നോക്കിക്കോ, എത്ര ഭംഗിയാന്ന് കണ്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ സ്ലിറ്റൂടെ തയ്ച്ച് കാണിക്കാം ഇന്നെന്ന് ഞാൻ പറഞ്ഞ് നിർത്തിയിരുന്നു. സ്ലിറ്റ് തയ്ക്കാനുള്ള 2ഓ 3ഓ എളുപ്പത്തിലുള്ള മെത്തേഡുകൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഇതൊരു കോട്ടൺ ചുരിദാറാണ്, നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ്. ഒരു പ്രത്യേക പുതിയ ഐഡിയയുടെ ആവശ്യമില്ല. എങ്കിലും തയ്യൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ കാണിക്കുകയാണ്. ഇത് കണ്ടോ, ആയിരുന്നു നമ്മൾ സ്ലിറ്റ് ഇട്ട് തയ്ച്ച് വെച്ചിരിക്കുന്ന ആ പൊസിഷൻ. ഫുൾ തയ്ച്ച നൈറ്റി എടുത്തിട്ടേക്കുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. 1 ഇഞ്ചാണ് നമ്മൾ ഇവിടെ സ്ലിറ്റിൻ്റെ ഇവിടെ ഗ്യാപ്പ് കൊടുത്തിരുന്നത്. ആ 1 ഇഞ്ച് നമുക്ക് താഴോട്ട് കറക്റ്റ് അടയാളപ്പെടുത്തും. നമ്മൾ 1 ഇഞ്ചാണ് സ്ലിറ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ 1 ഇഞ്ച് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഒരു ഇഞ്ച് എല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൃത്യമായിട്ടൊരു ലൈൻ വരയ്ക്കട്ടോ. ഈ സ്ലിറ്റിൻ്റെ അവിടെ വരെയും ചേർത്ത് ആ ലൈൻ അങ്ങ് താഴെ വരെ നമുക്ക് തയ്ക്കാമെന്നല്ല വരയ്ക്കാം. കണ്ടോ, ഞാൻ വരച്ചേക്കുന്നത് നിങ്ങൾ കണ്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യണം, ധൃതി വെച്ചൊന്നും ചെയ്യണ്ട. 2 വശത്തും നമുക്ക് ഇതുപോലെ ലൈൻ ഇടണം. എന്നിട്ട് നമുക്ക് 2 ഐഡിയ ഉണ്ട്. ഒന്നുകിൽ വലിയ കാണി ഉപയോഗിച്ച് ഇവിടുന്ന് ഇവിടം വരെ അങ്ങ് അടിക്കണം. അതിനുശേഷം നമ്മളിത് തുറന്ന് വെച്ച് ഇങ്ങനെ തുറന്ന് വെക്കുമ്പം ഈ അടിപ്പ് ഇവിടം വരെ ഇങ്ങനെ കാണും. അപ്പം നമുക്ക് ഇത്ര തുറക്കാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ളത്രയും വീതിയിൽ ഇത് കണ്ടോ ഇങ്ങനെ മടക്കി നമ്മൾ ഈ സ്ലിറ്റ്, ഇതാ സ്ലിറ്റ് എന്ന് പറയുന്നത് കണ്ടോ. സ്ലിറ്റിൻ്റെ പൊസിഷൻ വരെ നമുക്ക് വേണ്ടത്രയും അളവിൽ മടക്കി ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചാൽ അടിക്കാനായിട്ട് നമുക്ക് ഒരുപാടും വരത്തില്ല. ഇതേലോട്ട് ഈ കറക്റ്റ് ഈ വരയുടെ അവിടെയാണ് നമ്മൾ മടക്കുന്നതെന്ന് ആദ്യം നമുക്ക് ബോധ്യം വരണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫുൾ അടിയിൽ നിന്ന് തയ്ച്ച് വരാം. തയ്ച്ച് വരുമ്പോൾ പൊട്ടാത്ത, അതായത് മോശം തുണിയാണെങ്കിൽ, ഈ തുണിയൊന്നും വലിയ കേമപ്പെട്ട തുണിയൊന്നുമല്ല, ചുമ്മാനായിട്ട് തുണിയല്ലേ. ഇതൊക്കെ ചിലപ്പോൾ നല്ല ഷേപ്പിനൊക്കെ തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ എവിടെയും പിടിച്ച് വലിക്കുവോ ഒക്കെ ചെയ്യുമ്പം ഈ സ്ലിറ്റ് പൊട്ടിപ്പാൻ സാധ്യത, എത്ര കെട്ടിട്ട് 2 അടിച്ചാലും ഈ സ്ലിറ്റ് പൊട്ടിപ്പാൻ സാധ്യത. അപ്പം പൊട്ടാത്ത സ്ലിറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നൂടെ കാണിച്ചു തരാവേ. അപ്പം നമുക്ക് തയ്ക്കാനായിട്ട്. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ അടിക്കുന്നില്ല, അടിക്കാതെ തന്നെ കോട്ടൺ ആയതുകൊണ്ട് ഇങ്ങനെ തയ്ക്കാനായിട്ട് കാണിച്ചു തരാവേ. തയ്യലിലേക്ക് കിടക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ തയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ 4 വശത്തും ഇതുപോലെ വരയിട്ടേക്കണം. അപ്പം നമുക്ക് നല്ല എളുപ്പം. ആ കറക്റ്റ് വര ഞാൻ ഇട്ടുണ്ടോ, എല്ലായിടത്തും വരച്ചിട്ടുണ്ട്. അപ്പം കറക്റ്റ് ആ വര വെച്ച് നമ്മളിങ്ങനെ മടക്കുന്നു. സ്ലിറ്റ് ഇത് ഇവിടെയാണ്. അപ്പം സ്ലിറ്റിൻ്റെ അപ്പുറവും ഇപ്പുറവും കൃത്യമായിട്ട് നമ്മൾ മടക്കിയെടുത്തു. അത് ശ്രദ്ധിച്ചോണേ. എന്നിട്ട് നമ്മൾ ആ മടക്കിയ 1 ഇഞ്ചിനെ നമുക്ക് വീണ്ടും നമ്മുടെ ഏത് വലിപ്പത്തിൽ വേണം നമ്മൾ ആ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് 2 വശവും ഇങ്ങനെ മടക്കിയെടുക്കാം. ഇതല്ലേ സ്ലിറ്റിൻ്റെ സൈഡ് ചെയ്യാം. കണ്ടോ, ഇതാണ് സ്ലിറ്റ്. അപ്പോൾ 2 വശവും ഒരുപോലെ മടക്കി. ഇത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഒരു കൊച്ചു കള്ളപ്പണി പറഞ്ഞില്ലേ, നമ്മുടെ സ്ലിറ്റ് കീറിപ്പാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു 1 ഇഞ്ച് കഷ്ടിച്ചൊരു 1 ഇഞ്ച് തുണി എടുത്തിട്ട് നമ്മളതിന് ഈ വള്ളിയൊക്കെ തയ്ക്കുന്ന പോലെ 3ആയിട്ട് മടക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത്രയും മതി. 2 വശത്തൂടെ പിടിപ്പിക്കാനായിട്ട് ഇത് ധാരാളം മതി. 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഞാനത് കാണിച്ചു തരാവേ. ഇത്രയും പീസിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിനിയും ഈ ഒരു വശം എടുത്ത് വെച്ച് ഓൾറെഡി ഒന്ന് മടക്കിയായിരുന്നല്ലോ, അതിൻ്റെ ഒരു 4 ഇഞ്ചോളം, അകത്തെ 4 ഇഞ്ചോ 1/2 ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് നമ്മളിങ്ങനെ ഒരരികീന്ന് തയ്ച്ച് വരിക. അപ്പം നമ്മൾ തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഈ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ പണികളെല്ലാം ചെയ്യുമ്പോഴത്തേനും നൂലൊക്കെ ഇളകി വന്നിരിക്കും. ആ നൂലിനെ എല്ലാം കട്ട് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ എപ്പോഴും അതിന് ആ നൂല് തെറിച്ച് നിൽക്കും. എന്നിട്ട് നല്ല അരികിലൂടെ നമ്മളിങ്ങനെ തയ്ച്ച് വരിക. അപ്പം നമ്മൾ ഓൾറെഡി ഓർക്കണം, നമ്മൾ ആ അടിക്കാനുള്ള അത്രയും അളവ് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പം കിട്ടും തയ്ക്കാനായിട്ട്. കോട്ടൺ തുണിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും തുടക്കക്കാർ ഇങ്ങനെ തന്നെ ചെയ്ത് ശീലിക്കണേ. വൃത്തിയായിട്ട് സ്ലിറ്റ് കിട്ടണ്ടേ. ഞാൻ പണ്ടേ പറയും, സ്ലിറ്റ് ഈ പല്ല് നന്നായാൽ പാതി നല്ലതെന്ന് പറഞ്ഞാൽ സ്ലിറ്റ് നല്ലതായാൽ ചുരിദാറിൻ്റെ 60% നല്ലതായെന്ന് ഞാൻ പറയണേ. നോക്കിക്കോണേ. ഇനിവേ
നമ്മൾ അടിച്ച് സ്ലിറ്റിൻ്റെ പൊസിഷനിൽ വരെ വന്നു. ശ്രദ്ധിച്ച് നോക്കണം, ഞാൻ പതുക്കെ കാണിക്കാം. ഇവിടം വരെ ഇവിടെ വരുമ്പം പ്രത്യേകം ഈ നമ്മൾ നമ്മൾ ഓൾറെഡി മടക്കി വെച്ചിട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കണം. സ്ലിറ്റ് തുടങ്ങുന്ന ആ കറക്റ്റ് പൊസിഷൻ്റെ അവിടെ വരുമ്പോൾ ഈ മടക്കിയതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ ഒരു കുഞ്ഞു പീസ് തുണിയെ വെച്ചിട്ട് ഒന്ന് ഞാൻ അടിച്ചു. കണ്ടല്ലോ, ശരിക്കും നമുക്കിത് ഒന്ന് നിങ്ങൾ കണ്ടോ. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ പ്രഷർ ഫുഡ് മാറ്റിയിട്ട് അതിനെ അകത്തോട്ട് മടക്കി നമുക്ക് തയ്ക്കേണ്ട അടുത്തോട്ട് മടക്കിയിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ആ പീസിനെ നമ്മുടെ മറുവശത്തെ ഭാഗത്തോട്ട് തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ അപ്പുറം ഇതുപോലെ മടക്കി തന്നെ വെച്ചേക്കല്ലേ, അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി നീളെ കൂടുതലായത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അകത്തോട്ട് വെച്ചിട്ട് വേണ്ട അതിൻ്റെ അരികിലൂടെ അടിച്ച് വരണേ, എന്നാലേ കാണാൻ വൃത്തിയുള്ളേ. അടിച്ച് വന്നിട്ട് തിരിച്ച് ആ നമ്മൾ വെച്ച കുഞ്ഞു പീസിൻ്റെ അരികു വരെ അടിക്കുന്നു. ഇത് എപ്പോഴും ഓർക്കണം, സ്ലിറ്റിൻ്റെ ഓപ്പണിങ്ങിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെക്കണേ, കയറിയും പോകല്ലേ ഇറങ്ങിയും പോകല്ലേ. എന്നിട്ട് നമുക്ക് തിരിച്ച് ഞാൻ അപ്പം 3 വശവും അടിച്ചില്ലേ ആ കുഞ്ഞു പീസിൻ്റെ, 4ാമത്തെ വശത്തോട് തിരിച്ചടിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് വന്ന് വീണ്ടും ആണ് ഇവിടുന്ന് ഈ വശത്തെ സ്ലിറ്റിൻ്റെ തയ്ക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കാൻ, നമ്മൾ ഓൾറെഡി മടക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല എളുപ്പമാണ് തയ്ക്കാനായിട്ട്. നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം തുണി വലിക്കരുത്. നിർബന്ധമായും നിങ്ങളോട് ഞാൻ പറയാം, തുടക്കക്കാർ പിള്ളേർ തുണി വലിക്കും, പിള്ളേരല്ല പ്രായമുള്ളവരാണെങ്കിലും തുണി വലിക്കും. അതുപോലെ ഇപ്പം ഞാൻ ചെയ്തത് കണ്ടോ, ചെറിയ ചുളുക്കം പോലെ വല്ലതും വരുന്നുണ്ടെങ്കിൽ പ്രഷർ ഫുഡൊന്ന് ഉയർത്തിയിട്ട് നമ്മളങ്ങ് തയ്ച്ച് പോയാൽ മതി. അപ്പം നമുക്കത് കൃത്യമായിട്ട് കിട്ടും. ഒട്ടും തുണി വലിക്കരുത്, ആരും വലിക്കല്ലേ. പ്രത്യേകിച്ച് ജോർജറ്റ് തുണിയൊക്കെ വലിച്ചാൽ ആ ചുരിദാർ പിന്നെ പോയെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ കണ്ടോ, ഈ തീരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും അടിഭാഗം അങ്ങനെ കൃത്യമായിട്ട് മടക്കി നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ തയ്ച്ച് വിടുന്നത്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത്, പ്രഷർ ഫുഡ് പൊക്കി ആ തയ്ച്ച് നിർത്തിയ പൊസിഷൻ്റെ മറുവശത്തുനിന്ന് അരികിലൂടെ നമ്മൾ ആരംഭിക്കുക. അങ്ങനെ തയ്ക്കണം. അതെന്തിനെന്നറിയോ, ചില തുണികളിൽ ചിലപ്പം ഈ ഞാൻ പറഞ്ഞ ചുളിവ് വരുന്നില്ലേ, അങ്ങനെ അഥവാ ചുളിവ് വന്നാൽ പോലും ഈ തിരിച്ചുള്ള തയ്യലിൽ ആ ചുളിവ് നിവരും കേട്ടോ. എന്നിട്ട് നമ്മൾ കണ്ടോ, നമ്മുടെ സ്ലിറ്റ് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പിടിച്ച് റെഡിയാക്കി അവിടെ കറക്റ്റ് കുത്തി നിർത്തി. വേണമെങ്കിൽ അവിടെ കുത്തി നിർത്തിയിട്ട് തയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു കെട്ടിട്ടിട്ട് വേണമെങ്കിലും തയ്ക്കാം. ഇനിയും കെട്ടിൻ്റെ ആവശ്യമില്ല, ഇഷ്ടം പോലെ ബലത്തിനുള്ള എല്ലാ പണിയും നമ്മൾ ചെയ്തു വെച്ചു. ഇനി നമ്മൾ അരികിലൂടെ അടിച്ച് വരണം. ഈ അടിക്കുന്ന അടിപ്പും അരികിലൂടെ ആയിരിക്കണം, പതുക്കെ തയ്ച്ചാൽ മതി. അപ്പം നല്ല വൃത്തിയുള്ള സ്ലിറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ഒരു സ്ലിറ്റിൻ്റെ അടിപ്പ് കഴിഞ്ഞു. ചുമ്മാ ഒന്ന് കാണിച്ചേക്കാം. കണ്ടോ, മറുവശവും കാണിക്കാം. തയ്ച്ച് കഴിഞ്ഞിട്ട് 2 വശവും കാണിക്കാവേ. കണ്ടോ, പുറത്തേക്കാൾ നല്ലതാണ് അകവശം അല്ലേ, നല്ല ഫിനിഷിംഗ് ആയി വന്നില്ലേ. ഇങ്ങനെ ചെയ്യണ്ടേ നിങ്ങൾക്കും? എത്ര പറഞ്ഞാലും ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട്, പലരുടെ അല്ല, ഞാൻ എൻ്റെ ചാനൽ കാണുമെന്നൊക്കെ പറയുന്ന എൻ്റെ ചില സുഹൃത്തുക്കളുടെ ചുരിദാറിൻ്റെ ഈ എന്നതിന് പറയുന്നത് സ്ലിറ്റ് ഒന്നും ശരിയാകുന്നില്ല. ചിലർ ഇത് അംഗീകരിക്കത്തില്ല. അങ്ങനല്ല, ഞാൻ പറയാം നിങ്ങളൊന്ന് എടുത്ത് നോക്കുന്നൊക്കെ. അറിയാമെന്ന് പറയും, പക്ഷേ നോക്കി പഠിക്കുമൊന്നുമില്ല. എന്നാൽ ചിലർ നല്ലതുപോലെ ചെയ്യുന്നവരുമുണ്ട്. എന്നിട്ട് നമുക്ക് രണ്ടാമത്തേത് ഞാൻ എങ്ങനെ തയ്ക്കുന്നു നോക്കിയേ. ഒരു പ്രത്യേക പ്രീ പ്ലാനും ഇല്ല എനിക്ക്. കോട്ടൺ തുണി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അറിയാം എത്ര മടക്കണം. നമ്മൾ അങ്ങനെ തന്നെ മടക്കി ഇങ്ങി വരിക. കാണുന്നുണ്ടോ, മടക്കി മുമ്പത്തെ പോലെ തന്നെ തയ്ച്ച് വന്നു. ഈ കറക്റ്റ് ഓപ്പണിങ്ങിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുമ്പത്തെ പോലെ ആ വെച്ചിരിക്കുന്ന കുഞ്ഞു പീസിനെ എടുത്ത് കണ്ടോ അകത്തോട്ട് വെച്ചിട്ട് ഇപ്രാവശ്യം തിരിച്ചാണ് വെക്കുന്നത്. കണ്ടോ, തിരിച്ച് മറുവശത്തേക്ക് മടക്കി. അതാ നമുക്ക് എളുപ്പം. മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു, കാരണം തുടക്കക്കാർ കണ്ടോട്ടെന്നോർത്ത്. ഇപ്പോഴും നിങ്ങൾക്ക് പിടികിട്ട് കാണുമല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ മറുവശത്തേക്ക് വന്നിട്ട് ഈ മറുവശം മടക്കിയിട്ട് അതിനകത്തേക്ക് ആ മിച്ചമുള്ളതിനെ മടക്കി കയറ്റി വെച്ച് അതിൻ്റെ മുകളിലൂടെ തയ്ച്ച് വന്ന് നമ്മൾ താഴേക്ക് പോവുക. ഈ പ്രാവശ്യം ഞാൻ തിരിച്ച് അങ്ങോട്ട് തയ്ക്കുന്നില്ല. അതെപ്പോഴും തയ്ക്കുന്നറിയാവോ, ഇനി അരികിലൂടെ തയ്ച്ച് വരികയില്ലേ, അപ്പം ഞാൻ തയ്ച്ചോളാം. നമ്മൾ നേരെ മുമ്പ് പറഞ്ഞ പോലെ വലിച്ചു പിടിക്കാതെ ആ കൃത്യം തുണിയെ നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് നമുക്കങ്ങ് തയ്ച്ച് പോകാം. കണ്ടോ, മുമ്പ് പറഞ്ഞ പോലെ ഒന്നുകൂടെ പറയാം. ഏതാണ്ട് ഒരു 5-6 ഇഞ്ചിന് മുമ്പ് തന്നെ അടിവശം ഇതുപോലെ മടക്കി കയ്യിൽ പിടിച്ചിട്ട് വേണം തയ്ച്ചു കൊടുക്കാൻ, അല്ലെ വലിഞ്ഞ് തൂങ്ങി താഴേക്ക് നിൽക്കും. എന്നിട്ട് വീണ്ടും എന്നടക്കണം, അരികിലൂടെ നല്ല പൊട്ടപ്പനായിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. പുറത്ത് ചാടിപ്പോകരുത്, കയറി ഇറങ്ങി നിൽക്കല്ലേ, അങ്ങനെ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നേ, നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി. ഒരുപാട് പേര് വീഡിയോ കണ്ട് ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട് തയ്ക്കാൻ ആഗ്രഹിച്ചത് കണ്ടോ. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, സ്ലിറ്റിൻ്റെ മേളിൽ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ വന്നപ്പം ഞാൻ ആ മുമ്പ് തയ്ക്കാത്ത ഭാഗത്തൂടെ ഒന്ന് തയ്ച്ചിട്ടാണ് തിരിച്ച് വരുന്നത്. കണ്ടോ, നടുക്ക് കൊണ്ട് നിർത്തിയിട്ട് പോവാം. ഈ സ്ലിറ്റിന് ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ 2 പേര് കൂട്ടുകാർ കൂടി പിടിച്ച് വലിച്ചു നോക്കിക്കോ, തുണി കയറും, പക്ഷേ സ്ലിറ്റ് പൊട്ടി പോകത്തില്ല, ഉറപ്പാണ്. സ്ലിറ്റ് പോവുകയില്ല. ഈ റെഡിമെയ്ഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ട്രെൻഡ്സൊക്കെ പോലെ ഒന്ന് മേടിക്കുന്ന റെഡിമെയ്ഡ് കുർത്തിയുടെ കണ്ടിട്ടുണ്ടോ?
ഇങ്ങനെ ഇരിക്കും. നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ, ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞേക്കണം. കണ്ടോ, ഇപ്പോൾ അകമാണോ പുറമാണോ നല്ലതെന്ന് തിരിച്ചറിയത്തില്ല, അത്ര വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടും. ഞാൻ രണ്ടാമത്തേതും കാണിക്കാം. വേണ്ട കണ്ടോ, വലിയ പ്രീ പ്ലാനോടെ തയ്ച്ചാലും കോട്ടൻ്റെ ചുമ്മാ തയ്ച്ചാലും വൃത്തിയായിട്ട് കിട്ടും. കണ്ടോ, അരികിലൂടെ അടിച്ച് വന്നേക്കുന്നൂടെ ഒന്ന് ശ്രദ്ധിക്കണേ, മറന്നു പോകല്ലേ, ഇങ്ങനെ തയ്ക്കണേ കേട്ടോ. നിങ്ങളുടെ നല്ല കമൻറ്റുകളാണ്, അല്ലേ ഞാൻ ഇത്രയൊന്നും മെനക്കെടുകയില്ല. ഓക്കേ, അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടി നമുക്കൊന്ന് ലെവലാക്കാം. അടി ലെവലാക്കണമെങ്കിൽ ചുരിദാർ മൊത്തത്തിലൊന്ന് കുടഞ്ഞെടുത്തിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ നേരെ പിടിച്ച് വന്നിട്ട്, ഇത് കണ്ടോ എൻ്റെ അടിവശത്ത് നോക്കി, കണ്ടോ ഒരു സ്വല്പം ഒരു വേരിയേഷൻ കണ്ടോ. നിങ്ങൾ തയ്ക്കുമ്പം, തുടക്കക്കാർ തയ്ക്കുമ്പോൾ ഈ കുഞ്ഞു വേരിയേഷൻ ഒന്നും പറയാം, ചിലപ്പോൾ ഒരു 1/2 ഇഞ്ചൊക്കെ വരെ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. സാരമില്ല, ആദ്യം ഒന്നും അത് മൈൻഡ് ചെയ്യേണ്ട. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നോക്കി, അത് വെട്ടി വൃത്തിയാക്കിയിട്ട് കണ്ടോ, ഈ 2 വശവും ഒരേ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി. അപ്പോൾ എനിക്ക് ഒരേ അളവ് കിട്ടാനല്ലേ, നമ്മൾ തയ്ച്ച് വരുമ്പോൾ 2 ഇടത്തും 2 അളവ് വരും, വരാതിരിക്കാൻ 2 പീസിൻ്റെയും നമുക്ക് മടക്കണ്ടത്രയും ഭാഗം ഒന്ന് മടക്കി വെച്ചു. എന്നിട്ട് ഞാൻ ആ അളവ് വെച്ചാണ് ഇവിടെ മടക്കി അടിക്കുന്നത് കേട്ടോ. ഞാൻ ഒത്തിരി മടക്കി അടിക്കും, 4 ഇഞ്ച് അകത്തോട്ട് ഒന്ന് മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ചോളം കയറ്റി അടിക്കും. കണ്ടോ, ഇങ്ങനെ നമുക്ക് മുമ്പ് നമ്മൾ സ്ലിറ്റ് തയ്ച്ച പോലെ തന്നെ നമുക്ക് തയ്ച്ചു തരാം. ഇവിടെയും ഞാൻ എടുത്തു പറയും, എന്നാ പറയുന്നത്, നിങ്ങൾ തന്നെ പറഞ്ഞോ, വലിച്ചു പിടിക്കരുത്. വലിച്ചു പിടിച്ചാൽ ഒരരികിലേക്ക് വന്ന് കണ്ടോ, തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ എൻഡ് നമ്മുടെ കയ്യിൽ നമ്മൾ സെക്യൂർ ചെയ്ത് മടക്കി വെച്ചിട്ട് അങ്ങ് തയ്ക്കണം. അപ്പം നല്ല കൃത്യമായിട്ട് നമുക്ക് ആ എൻഡ് കിട്ടും. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്ന നോക്കിയാൽ, താഴേക്ക് ഒരു 4 സ്റ്റിച്ചിട്ടിട്ട് അരികിലൂടെ അടുത്ത് അടിക്കുക. അപ്പോൾ അവിടെ നൂല് നമുക്ക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല, നൂലിൻ്റെ മിച്ചമൊന്നും വരത്തുമില്ല, വൃത്തിയായിട്ട് ഇരുന്നോളൂ. അങ്ങനെ ഒരു ഭാഗം ഫിനിഷ് ചെയ്തു. അപ്പോൾ തന്നെ എൻ്റെ അരികിലത്തെ നൂലും എല്ലാം കട്ടിയിട്ട് വൃത്തിയാക്കിക്കണേ. രണ്ടാമത്തെ കാണിക്കുന്നില്ലേ. ഇനി ഞാൻ ടക്കിടുന്നൊന്ന് കാണിച്ചേക്കാം. ഞാനത് ഇപ്പോഴാണ് ഓർത്തത്, ഞാൻ ടക്കിടാനിരുന്നതല്ല. നമ്മൾ സെൻറ്ററിൽ നിന്നും, ഇത് ബാക്ക് പാർട്ടിൻ്റെ കഴുത്തിൻ്റെ നമ്മുടെ പുറകുവശമില്ലേ, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഞാൻ 4.5 ഇഞ്ച് എവിടെ എടുത്തേന്നോ, കഷക്കുഴിയുടെ നേരെ, ഒരിക്കലും കഷക്കുഴിയുടെ മുകളിലേക്ക് കയറരുത്. അതുപോലെ താഴത്തെ പോയിൻ്റ് നമ്മുടെ സ്ലിറ്റിൻ്റെ 1 ഇഞ്ച് മുകളിലായിരിക്കണം. അതും ഇവിടുന്ന് നമ്മൾ ആ 4.5 എന്നുള്ള കണക്ക് 2 വശത്തും എടുത്തിട്ട് നമുക്കിപ്പോൾ ചേർത്തൊരു ലൈൻ വരയ്ക്കാം. നമുക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കാം ഒരു കറക്റ്റ് ലൈൻ. ഇത് ഞാൻ പറഞ്ഞ പോലെ സെൻറ്ററിൽ നിന്ന് എടുത്തില്ല, എന്നാ പറ്റുമെന്നറിയാവോ, ചെരിഞ്ഞിരിക്കും. എന്നിട്ട് ഈ നടുക്ക് വശത്ത് വരുമ്പോൾ 4 ഇഞ്ച്, 4 ധാരാളം മതി കേട്ടോ, കാരണം നമ്മൾ നല്ല കൃത്യ അളവല്ലേ എടുത്തേക്കുന്നത്. അങ്ങനെ ഞാൻ 2 വശത്തും ടക്കിട്ടിട്ട് 2 വശവും ഒന്ന് തയ്ച്ച് കാണിക്കാം. ഇത് സത്യത്തിൽ ഇത് ടക്കിടുന്ന എപ്പോഴാണെന്നറിയാവോ, സ്ലിറ്റ് തയ്ക്കുന്നതിന് മുമ്പ് ബാക്ക് പാർട്ടിൽ ടക്കിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അളക്കാൻ ഒരു പാടും വരത്തില്ല, കുട്ടപ്പനായിട്ട് നിങ്ങൾക്ക് ചെയ്തു വെക്കാം. ഇതിപ്പോൾ ഞാൻ തയ്ച്ച് കഴിഞ്ഞല്ലേ കാണിക്കുന്നത്, എന്നാലും തുടക്കക്കാരായതുകൊണ്ടാണ് എല്ലാം ഒന്ന് കാണിച്ചേക്കാന്ന് വെക്കുന്നത്. അങ്ങനെ 2 വശത്ത് ഞാൻ ഓരോ ചെറിയ ടക്കിട്ടു. മനസ്സിലായല്ലോ, ടക്ക് തുടങ്ങുന്ന കഷക്കുഴിയുടെ നേരെയാണ്. തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ചുരിദാർ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോയുടെ ഫൈനൽ പൊസിഷൻ ഇട്ട് കാണിക്കണ്ടേ, വിശേഷം പറഞ്ഞാൽ മതിയോ അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞു തന്നു, ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞു. ഉപകാരപ്പെട്ടെങ്കിൽ അത് എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ? അപ്പം നമ്മുടെ നെക്കും ഒക്കെ തയ്ച്ചു കഴിഞ്ഞു. ഒരു പുതിയ അഡീഷണൽ വർക്കും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒറ്റ കളറല്ലേ, ഒറ്റ കളർ ആയതുകൊണ്ടേ ചുമ്മാ ഒത്തിരി അടുപ്പിച്ച് കാണാനുള്ള സൗകര്യമൊന്നുമില്ല, ചുമ്മാ ഒരു വർക്ക് എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ സാധാരണ കഴിനൂല് ഉപയോഗിച്ച് ചെയ്തതാണ്. വെറും 4 രൂപയുടെ 5 രൂപയുടെ കഴിനൂലെന്നല്ലേ ഇതിന് പറയുന്നത്, അതുകൊണ്ട് തയ്ച്ചതാണ് അല്ലേ. എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നോർത്ത്. അപ്പം നിങ്ങൾ നോക്കിയേ, ഇഷ്ടപ്പെട്ടെന്ന് നോക്കിയേ. താഴോട്ട് വീട്ടിലിട്ടേക്കുന്ന പാൻറ്റാണേ, ഇവിടം വരെ ഉള്ളു കാണാൻ. ഇത് കണ്ടോ, നല്ല ഇറക്കമുണ്ട്, നല്ല ഇറക്കവും. സ്ലിറ്റ് വേണേൽ ഞാൻ നിങ്ങളെ അടുത്ത് കാണിക്കാം. നമ്മുടെ പുതിയ മെത്തേഡിൽ ഉള്ള സ്ലിറ്റ്, അതായത് ഒരിക്കലും പൊട്ടാത്ത, വലിച്ചു കീറിയാൽ പോലും പൊട്ടാത്ത രീതിയിലുള്ള സ്ലിറ്റ്. ഇത് കണ്ടോ, അകത്ത് നമ്മൾ പീസൊക്കെ വെച്ച്, ഇത് കണ്ടോ നല്ല വൃത്തിയായിട്ട് ഇന്നത്തെ ഇതിൽ കണ്ടോ നിങ്ങൾ. അപ്പം തുടക്കക്കാർ ഈ സ്റ്റൈലിൽ തയ്ച്ച് തുടങ്ങണം. ഞാൻ കാണിക്കാൻ കണ്ടോ. ഇനിയും ഇതിൻ്റെ ബാക്ക് സൈഡുകൂടെ നോക്കുക. അതെ, ചുരിദാർ ഒരു സ്വല്പം എനിക്ക് തോന്നുന്നു കണ്ടമാൻ അങ്ങ് ബോഡി ഫിറ്റ് ആയത്, കൊച്ചു പിള്ളേരിടുന്ന പോലെ ആയത് തോന്നി. കാരണം ഞാൻ ബാക്കിൽ ടക്കിടാനിരുന്നതല്ല. അപ്പം നിങ്ങളെ ടക്ക് കാണിക്കാൻ വേണ്ടി മാർക്ക് ചെയ്തപ്പം ഒരു 4 ഇഞ്ചോളം അങ്ങ് ടക്കൂടിട്ട് പോയി. അതുകൊണ്ടാണ് ഇത് ഇച്ചിരി നല്ല ഫിറ്റായിട്ടിരിക്കുന്നത്. അല്ല, നല്ല ചുരിദാർ നമ്മൾ പുറത്ത് കൊണ്ടുപോകാനുള്ള നല്ല ചുരിദാറാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പം എല്ലാം കണ്ട് ബോധിച്ചോ നിങ്ങൾക്ക്. എല്ലാ തയ്യലും നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം ഇതാണ് അതിൻ്റെ ഫൈനൽ
പൊസിഷൻ. ഇഷ്ടമായോ? എല്ലാം നോക്കിക്കോണം. ചുരിദാറിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം ഇത്രയോ, ഞാൻ അത്രേ എടുത്തുള്ളൂ. സാധാരണ ഇങ്ങനത്തെ വീട്ടിലിടുന്നിട്ട് ഞാൻ എടുക്കും, 2 സൈസിൽ ഞാൻ തയ്ക്കാറുണ്ട്. അപ്പം മൊത്തത്തിൽ നിങ്ങൾ കൃത്യമായ കമൻറ്റ് പറയണം, എന്നിട്ട് വേണം നന്നായിട്ട് തയ്ക്കാൻ. എല്ലാവരും തയ്ക്കണം, അതാണ് എൻ്റെ ആഗ്രഹം.